ഹായ് ഫ്രണ്ട്സ്, മച്ചാമരെ എല്ലാവർക്കും നമസ്കാരം. ഉണ്ണീസ് ടെക് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് നമ്മുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഈ സ്പീക്കറിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാർജർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ പിന്ന് ഒടിഞ്ഞു പോകും. അതായത് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പിന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ പ്രശ്നം കൊണ്ട് നമുക്ക് പിന്നെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചില പ്രോബ്ലങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആ പിന്ന് നമുക്ക് സോക്കറ്റ് മാറ്റി വെക്കാനും പറ്റത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കതെങ്ങനെ സർവീസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹെഡ്സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബോട്ടിൻ്റെത് അനീഷ് ബാബു പ്രോയ്ക്കാണ്. അപ്പോൾ ഡീറ്റെയിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക. അച്ഛന്മാരെ, അപ്പോൾ അതെ നമ്മുടെ ബോർഡ് ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ സ്പീക്കർ ഇങ്ങനെ തലതിരിഞ്ഞ വന്ന കേട്ടോ, നേരത്തെ അഴിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ബോർഡിലാണ് നമുക്ക് ഫാൾട്ട് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ടെർമിനൽസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഓൺ ഓഫ് ചെയ്യുന്ന സംവിധാനമൊക്കെ സ്വിച്ച് കൺട്രോൾസൊക്കെ ഇവിടെയാണ്. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഈ ബോർഡിൽ ഈ പോർട്ടിൽ നിന്നാണ് നമ്മുടെ ചാർജറിൻ്റെ പൊസിഷൻ വരുന്നത്. ഇവിടെ നിന്നാണ് അത് കട്ടായി പോയിട്ടുള്ളത്. ഇവിടെയാണ് ആ ചാർജർ പോർട്ട് നമുക്ക് വരിക. അപ്പോൾ അതിൻ്റെ പാർട്ട് ഞാനിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവമാണ് നമ്മുടെ മൊബൈലിൻ്റെ ഇൻസൈഡിൽ വന്ന പോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. നമ്മുടെ ചാർജിങ് സെറ്റപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു കണക്ടറാണ് ഇവിടെ നിന്ന് വിട്ടു പോകുന്നുള്ളത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് വിട്ടു പോകുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഈ ടൈപ്പ് തന്നെ വെക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിന് സിമ്പിളായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് കാണിക്കണം. എന്തായാലും നമുക്ക് ഈ സാധനം ഇത് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മെനക്കേടാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കുകയും വേണം. പക്ഷേ അത് എത്രയും സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു ഡാറ്റ കേബിളാണ്. നമ്മുടെ ഇതിലേക്ക് തന്നെ ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ കേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എങ്ങനെ ഒന്ന് റീകണ്ടീഷൻ ചെയ്തെടുക്കാം, ഇനിയും ചാർജ് ചെയ്യാവുന്ന സെറ്റപ്പിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സെറ്റപ്പിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അടുത്തായിട്ട് ചെയ്യാനുള്ള പ്രധാന പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ കേബിൾ എടുക്കുക, അതേപോലെ തന്നെ ഒരു കട്ടറും നമ്മൾ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഡാറ്റ കേബിളിൻ്റെ ടിപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഈ ചെറിയ പിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ചെറിയ സെറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള വയറും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വയർ എടുക്കാം. അപ്പോൾ ഈ കേബിളിലൊരു പ്രത്യേകമുണ്ട്. ഇത് കറക്റ്റ് ഡാറ്റ കേബിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 4 വയറുണ്ടാവും. ഇതേപോലെ കറക്റ്റ് ഡാറ്റ കേബിളാണെങ്കിൽ നമുക്ക് 4 വയറുകൾ കിട്ടും. അതായത് ഒരു ബ്ലാക്ക്, ഒരു യെല്ലോ, ഒരു ഗ്രീൻ, അതേപോലെ തന്നെ റെഡ്. ഇത് കളർ മാറി തിരിഞ്ഞും വരാം. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് ബ്ലാക്കും റെഡും ഒരിക്കലും മാറില്ല. കാരണം ഇതൊരു പവർ സപ്ലൈയുടെ വയറാണ്. അതായത് നമ്മുടെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ആണ് ഈ ബ്ലാക്കും ഈ റെഡും. ഈ ബ്ലാക്കിലും റെഡിലും കൂടി നമുക്ക് വരുന്നത് 5 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിത് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ബാക്കി 2 യെല്ലോ ഗ്രീൻ വയറുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ബ്ലാക്കും റെഡും മാത്രം മതി. അപ്പോൾ യെല്ലോയും ഗ്രീനും നമ്മളിതിൻ്റെ അന്ന് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ബ്ലാക്കും റെഡും മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഈ ബ്ലാക്കും റെഡും നമുക്ക് ഒന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ടിപ്പ് ഒന്ന് സോൾഡർ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് നിന്ന് ആ കോപ്പർ വയർ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കണം. അപ്പോൾ റെഡും ബ്ലാക്കും കറക്റ്റായിട്ട് നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ വയർ രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് സോൾഡർ ചെയ്ത് റെഡിയാക്കാനുള്ളത്. 2 വയറുകളിലേക്ക് ഡാറ്റ കേബിളിൻ്റെ വയറുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്താൽ ലെഡൊന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പോൾ റെഡ് വയറിലേക്കും ബ്ലാക്ക് വയറിലേക്കും നമ്മുടെ ഈ സോൾഡറിങ്ങിൻ്റെ ലെഡൊന്ന് പിടിപ്പിച്ചെടുക്കുക. അങ്ങനെ ഐസായിട്ടൊന്ന് പിടിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ അതായത് കറക്റ്റ് ഷാർപ്പായിട്ട് പറ്റൊക്കെ കട്ട് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ അധികം നീണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ഉണ്ട്, ഇത്ര നീളമുണ്ട്. ഈ ലെങ്ത്ത് നമുക്ക് കുറക്കാനായിട്ട് തീരെ പറ്റക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾഡർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് എടുക്കാം. ഈ ബോർഡിലേക്ക് വരുമ്പോൾ നമ്മൾ ബോർഡിൻ്റെ ഈ ബാക്ക് സൈഡായിട്ട് നോക്കുക. ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് ഈ ഇതിൻ്റെ ബോഡി ഉണ്ടാവും. എന്ന് വെച്ചാൽ പ്രിൻ്റ് ഒക്കെയും കൂടുതൽ വന്നിട്ടുള്ള വശം, അതേപോലെ തന്നെ ഈ മെറ്റാലിക് വന്നിട്ടുള്ള വശം എല്ലാം ഗ്രൗണ്ട് ആയിരിക്കും. അതായത് ഈ ഡാറ്റ കേബിളിലുള്ള സംഭവങ്ങൾ ഈ ബോഡി കണക്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഈ സാധനം വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ വലിയ പ്രിൻ്റുള്ള വശങ്ങളെല്ലാം ഗ്രൗണ്ട് ആയിട്ടുള്ളതായിരിക്കും. അത് നമുക്ക് ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കി കാണാം. ഇവിടെ ഈ ഒരു സൈഡിൽ മറ്റേ നമ്മൾ പിന്നൊടിഞ്ഞു പോയ പിന്നിൻ്റെ ബോഡി കണക്ട് ചെയ്തിട്ടുള്ള വശമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഗ്രൗണ്ടായിട്ട് ആദ്യമേ കണക്ട് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ
ഈ ബോഡിയായിട്ട് വരുന്ന വശത്തേക്ക് നമുക്ക് ഈ ബ്ലാക്ക് വയർ ഒന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സോൾഡ് ആകും. കാരണം നമ്മൾ ലെഡ് വെച്ചിട്ടുള്ള കാരണം ഇതേപോലെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് ഈ പ്രിൻറ്റിൽ രണ്ടാമത്തെ ലെഗിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. റെഡ് വയർ ഇത് ശ്രദ്ധിച്ച് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ ചെയ്യാൻ പറ്റിയ എളുപ്പം പരിപാടി എന്ന് വെച്ചാൽ ഈ ബാറ്ററിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കണക്ഷൻ റെഡ് വയർ നമുക്കിവിടെ ഉണ്ടാവും. ഈ റെഡ് വയർ വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഇതിൻ്റെ ഈ റെഡിലേക്ക് ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞ് മാർക്ക് ഉണ്ടാവും. ആ റെഡ് ഈ ബാറ്ററിയിൽ നിന്നുള്ള ഈ റെഡ് വയർ കണക്ട് ചെയ്തിട്ടുള്ള ഈ പോസിറ്റീവിലേക്ക് നമ്മളിത് വെച്ചൊന്ന് ജസ്റ്റ് സോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോൾഡർ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് അതിൻ്റെ തൊട്ട് പറ്റത്തന്നെ നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവായിട്ട് ഷോർട്ട് ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഇവിടുന്ന് 5 വോൾട്ട് കൊടുക്കുമ്പോൾ ഈ ബാറ്ററിയിലേക്ക് ചാർജ് ആവും. ആ ചാർജ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും തുടർന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ വേണ്ട, ഈ ഒരു ഡേറ്റ കേബിളിൻ്റെ വയർ മാത്രം പുറത്തേക്ക് നിൽക്കത്തുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ചെയ്യാം, സോൾഡറിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടെർമിനലിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് വെച്ച് സോൾഡ് ചെയ്ത് കൊടുക്കാം. അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിയുടെ ടെർമിനലിലേക്ക് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് സോൾഡർ ചെയ്താൽ ഓക്കെയാണ്. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഈ രണ്ടാമത്തെ പിന്നിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ പിന്നിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ റെഡ് വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കറക്റ്റ് വോൾട്ടേജ് അതിനകത്ത് ചെല്ലണം. ഇനി നമുക്ക് ഈ ചാർജറിൻ്റെ ഡേറ്റ കേബിൾ ഒന്ന് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോപ്പറായിട്ട് നമ്മുടെ ചാർജിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് നമ്മൾ ഈ ഡേറ്റ കേബിൾ ചാർജറിൽ കുത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജ് ആവും. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു കട്ടിങ് ഹോൾ ഇട്ടിട്ട് ഈ ഡാറ്റ കേബിൾ പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഓക്കെ. ഇപ്പോൾ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഈ ബാറ്ററി യൂണിറ്റ് കറക്റ്റായിട്ട് തന്നെ ചാർജായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറുപ്പം നമ്മളിവിടെ ഒരു കട്ടിങ് ഹോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. സോൾഡർ ചെയ്യാൻ വെച്ചിട്ടൊരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ആ വഴി നമ്മുടെ കേബിൾ പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനം ചെയ്യണം. കറക്റ്റായിട്ട് കേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ കവറിട്ട് പ്രോപ്പറായിട്ട് അടക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ സ്വിച്ചുകളും സ്വിച്ചുകളെല്ലാം കറക്റ്റായിട്ട് പൊസിഷനിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പവർ ബട്ടൺ, വോളിയം ബട്ടൺ അതേപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിയും. ഓക്കെ, 4 വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 സ്വിച്ചുകളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറിട്ട് കറക്റ്റായിട്ട് അടക്കാം. വരെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കവറും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് അടച്ചു. അപ്പോൾ ഡാറ്റ കേബിളിൻ്റെ വയർ വന്നിട്ടുള്ളത് ഈ വഴി കൂടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി നമ്മുടെ ചാർജറിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്ക് സൈഡിൽ അതിൻ്റെ പവർ ചാർജ് ആകുന്നതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് കാണാം. അപ്പോൾ സംഗതി ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓക്കെയാണ്. ബാക്കി ഇനി കാര്യങ്ങളൊന്നുമില്ല. ഇനി ബ്ലൂടൂത്ത് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഗതി വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇതേപോലുള്ള സാധനം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വരുന്ന കംപ്ലൈൻറ്റ് ഇതാണ്. ഈ സംഭവമാണ് മെയിനായിട്ട് ഇതിനകത്ത് പോവുക. ഞാൻ വേറെ ഒന്നും കാണിച്ചില്ല. ഇത് വേറൊരു മോഡലാണ്. ഇതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതേപോലെ ഈ ചാർജിങ് ബോർഡാണ് മെയിനായിട്ട് പോവുക. അപ്പോൾ ആ ചാർജിങ് പോർട്ട് പോയിട്ട് ഇതിൻ്റെയും ചാർജിങ് പോർട്ടാണ് പോയത്. ആ ചാർജിങ് പോർട്ട് പോയിട്ട് ഞാൻ ഇതേപോലെ ഡാറ്റ കേബിൾ ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സംഭവങ്ങൾ ഇത് യൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം ഇത് എത്ര കംപ്ലൈൻ്റ് ആയി പോയാലും ഈ ചാർജിങ് പോർട്ടാണ് മെയിനായിട്ട് ഈ സാധനത്തിൻ്റെ പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാർജിങ് പോർട്ട് ഇതേപോലെ ഈ ഡാറ്റ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ കേബിൾ പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ രീതിയിൽ റിപ്പയർ ചെയ്ത് നമ്മുടെ വീട്ടിൽ രാത്രി യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കേബിൾ കിടക്കുന്ന ഒരു വൃത്തികേടായിരിക്കും. എന്നാലും ഇത് നമുക്ക് ഒരു ഡിവൈസ് കളയാതെ തന്നെ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സിൽ ഗീവ് അവേയിൽ പ്രൈസ് അടിച്ചിട്ടുള്ള
അരുൺ ബാബു എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ഗിവ് വരുന്നത് 2Kയിലായിരിക്കും. അപ്പോൾ നമുക്ക് 2Kയിൽ കാണാം. ഗിവ് എന്ന് പറയുന്നേ ഉള്ളൂ, കാരണം നമുക്ക് വരുമാനവും സംഭവങ്ങളൊന്നുമില്ല. എന്നാലും നമ്മുടെ സന്തോഷത്തിന് നമ്മൾ വന്നതാണ്. അപ്പോൾ 2Kക്ക് എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് സുഹൃത്തുക്കളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.